യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച്, ദൈവത്തെ ആരാധിക്കുന്നതിലുള്ള നമ്മളുടെ കൂട്ടായ്മ, അതേപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലുള്ള നമ്മുടെ കൂട്ടായ്മ, ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിലുള്ള കൂട്ടായ്മ, ഈ വിഷയങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞ മാസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മോശ 10 ചുരുക്കി എഴുതിയതായ 10 കൽപ്പനകളെ യേശു 2 കൽപ്പനകളിലേക്ക് ആക്കിയപ്പോൾ സ്നേഹത്തിനാണ് അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം, സേവിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കൽപ്പനയായി യേശു പറയുന്നു, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാം. ഇതിൽ സകല ന്യായപ്രമാണവും അതേപോലെ തന്നെ പ്രവാചകന്മാരും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുക വഴി സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ പ്രാധാന്യമാണ് നമുക്ക് പൂർണ്ണമായും ബോധ്യമായി തീരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. അതിന് കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്നത്തെ ഈ സന്ദേശം കൊണ്ട് നമ്മൾ ഈ സ്നേഹ കൂട്ടായ്മ എന്നുള്ള വിഷയത്തിന് നമ്മൾ പരിസമാപ്തി കുറിക്കുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് അടുത്ത ദിവസം കടക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അടുത്ത വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. നോക്കണേ, എന്തുകൊണ്ടാണ് നാം തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത്? കർത്താവ് യേശു ക്രിസ്തു തൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നു. ആ സന്തോഷം ലോകത്തിൽ ആർക്കും കൊടുക്കാൻ കഴിയാത്ത സന്തോഷമാണ്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതുപോലെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്തോഷവും. യേശു ക്രിസ്തുവിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് യേശു ഈ 10-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നല്ലോ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ കൂട്ടായ്മയിൽ കർത്താവ് യേശു ക്രിസ്തു വസിക്കുന്നത് എങ്ങനെയാണ്? യേശു പിതാവ് തന്നോട് പറയുന്നതായ കാര്യങ്ങൾ പ്രമാണിച്ചുകൊണ്ടാണ് ആ സ്നേഹത്തിൽ വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനോടും അതേപോലെ തന്നെ നമ്മളുടെ സഹവിശ്വാസികളോടും നമ്മുടെ സഹോദരങ്ങളോടും സ്നേഹമുണ്ടാകണമെങ്കിൽ നാം വാസ്തവമായിട്ടും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകിയതായ വചനത്തെ പ്രമാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നല്ലോ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ സന്തോഷം, ഏത് സന്തോഷം? പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ലഭിക്കുന്നതായ സന്തോഷം, അത് നിങ്ങളിൽ ഇരിക്കുവാൻ, അതേ സന്തോഷം നിങ്ങളിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തെ പ്രമാണിക്കണം എന്ന് മാത്രമല്ല, അങ്ങനെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ആ സന്തോഷത്തിൽ വസിക്കണം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണമെന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് യേശു പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് യേശു പറയുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരാണ് നാം എന്ന് അറിയുന്നത് നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിലൂടെയാണ്. അതിനർത്ഥം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം എന്താ? നമ്മളെല്ലാവരും യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം നമ്മെ അറിയണം. ഇപ്പോൾ അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായതെന്നാണ് നമുക്ക് വിശുദ്ധ വേദോസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്? അവിടെ ആ ആളുകളെ, അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുന്നതായ ആളുകൾ, അവരെ അന്ത്യോക്യയിലുള്ള ആളുകൾ കണ്ടപ്പോൾ ചെറിയ ക്രിസ്തുക്കൾ, ലിറ്റിൽ ക്രൈസ് എന്നാണ് അവരെ വിളിച്ചത്.
അതായത് അവരുടെ ജീവിതത്തിന്റെ സ്വഭാവം കൊണ്ട്, ജീവിത രീതി കൊണ്ട് അന്ത്യോക്യയിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു ഇവർ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഇവിടെ കർത്താവ് പറഞ്ഞ പോലെ തമ്മിലുള്ള സ്നേഹത്തിലൂടെ അവരത് തിരിച്ചറിയുകയാണ്. 1 യോഹന്നാൻ 4 അധ്യായം അതിന്റെ 9 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവ സ്നേഹം തന്നെ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു വരിക്കുന്നു. നോക്കണേ, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വളരെ എവിഡന്റ് ആണ്, വളരെ വെളിവാക്കപ്പെട്ടതാണ് എന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ അപ്പോസ്തലൻ യോഹന്നാൻ നമ്മളോട് സംസാരിക്കുന്നത്. പലപ്പോഴും മനുഷ്യരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെന്താ പറയുന്നത്? ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കുമെന്നല്ലേ പലരും ചോദിക്കുന്നത്. പലരും ചിന്തിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം അവർക്ക് വേണ്ടി നിറവേറ്റി കൊടുക്കുകയാണെങ്കിൽ, അവർ പ്രാർത്ഥിച്ചതായ വിഷയങ്ങൾക്ക് ഉടനടി അവർക്ക് പരിഹാരം കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ എന്നെ ദൈവം ഉയർത്തുകയാണെങ്കിൽ എന്നുള്ളതാണ് മനുഷ്യന്റെ പൊതുവെയുള്ള ആഗ്രഹം. അത് ദൈവം അവർക്ക് സാധിപ്പിച്ചു കൊടുത്തു എന്ന് തോന്നിയാൽ അവർ പറയും, യെസ്, ദൈവം എന്നെ സ്നേഹിച്ചു. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ ഒരു സ്വഭാവം എന്താണ്? 103 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവ വാഴ്ത്തുക, അവന്റെ ഉപകാരമൊന്നും മറക്കരുത്. അപ്പോൾ മനുഷ്യന്റെ ഒരു വലിയ പ്രവണത, അവൻ ദൈവം എത്രത്തോളം അവന് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവൻ ആ ഉപകാരങ്ങളെ മറക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയത് യേശു ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിൽ വലിയവ ഒന്നും ചെയ്യാനില്ല. ആ വലിയവ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയതാണ്. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് തികച്ചും പൂർണ്ണമായ ദൈവസ്നേഹം. അപ്പോൾ അത്രത്തോളം സ്നേഹം ദൈവം നമ്മളിൽ തന്നെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഇത് മറ്റൊരു കാരണം, നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അതേപോലെ തന്നെ നാം തമ്മിൽ സ്നേഹിക്കേണ്ടതിന്റെ വളരെ പ്രധാനപ്പെട്ട റീസൺ. പലപ്പോഴും തമ്മിൽ സ്നേഹിക്കേണ്ടതിന്റെ റീസൺ അല്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ തപ്പുന്നത് ആ വ്യക്തി എനിക്ക് എത്രത്തോളം പ്രയോജനമുള്ള വ്യക്തി എന്നുള്ളതിലാണ്. അതേപോലെ തന്നെ വ്യക്തികൾ നമ്മെ സഹായിക്കുന്നതിൽ, നമ്മെ പരിഗണിക്കുന്നതിലൊക്കെയാണ് നമുക്ക് പലപ്പോഴും സ്നേഹത്തിന്റെ ഉപാധികളായി മാറാറുള്ളത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നമ്മൾ തമ്മിലുള്ള സ്നേഹം യേശുക്രിസ്തുവിലൂടെ പിതാവായി ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ആ ഒരു ആത്മീക അനുഭവത്തിലേക്ക്, ആ ഒരു ആത്മീക ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന്റെ വലിയൊരു അർജൻസിയെക്കുറിച്ച്, ആവശ്യതയെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടൊന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ ഈ 8-ാമത്തെ വാക്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരും ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അതായത് കടംപെട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ അത് സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും നമ്മൾ കടംപെട്ടിരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം അർത്ഥവത്തായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താണ് സാധാരണയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും, സ്നേഹമൊഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരോട് കടംപെട്ടിരിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അത് മാനുഷികമായ ഒരു പ്രവണതയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നമ്മൾ സ്നേഹത്തിന് മാത്രമേ കടംപെട്ടിരിക്കാവൂ. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും യെസ്, ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കേണ്ടതാകുന്നു, ഞാൻ അവനെ വെറുക്കുകയല്ല, എൻ്റെ ശത്രുക്കളെ പോലും ഞാൻ വെറുക്കുകയല്ല, മറിച്ച് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആർക്കും എതിരായി നമ്മൾ പ്രാർത്ഥിക്കരുത്. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അവരോടുള്ള സ്നേഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ
നമ്മുടെ ജീവിതം ധന്യമായി അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അതേപോലെ തന്നെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ഈ വാക്യത്തിന് അർത്ഥം എന്താ? ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവ് യേശു ക്രിസ്തു നമ്മെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ രക്തം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നൽകിയത് എന്തിനു വേണ്ടിയാണ്? നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടി. ഏതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ? നമ്മളുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ. പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല യേശു എന്തിൽ നിന്നാണ് എന്നെ സ്വതന്ത്രമാക്കുന്നത് എന്നുള്ളത്. ദൈവം നമ്മെ സ്വതന്ത്രമാക്കുന്നത് നമ്മെ പാപത്തിന്റെ ചങ്ങലയിൽ നിന്നുമാണ്. അതിനർത്ഥം നമ്മൾ പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രം പ്രാപിച്ച് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമെന്ന് പറയാൻ കഴിയത്തുള്ളൂ. ചില ആളുകൾ പാപത്തിന്റെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ അവർ ഒന്നുമല്ലാത്ത നിലയിൽ ജീവിക്കുന്നത് കാണാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത്. നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്ന് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഈ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ദൈവവചനം അനുസരിച്ച്. അതേ നമ്മൾ മുമ്പ് കേട്ടതുപോലെ ദൈവവചനത്തിന്റെ അനുസരണത്തിലൂടെയാണ് നാം ദൈവസ്നേഹത്തിൽ വസിക്കുന്നത്. അങ്ങനെ ആ ദൈവവചനത്തിന്റെ അനുസരണത്തിലൂടെ നമ്മൾ ഉറച്ചു നിന്നാൽ, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ, എന്തെന്നാൽ ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുന്നതിലൂടെയാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ അന്യോന്യം നമ്മൾ സേവിക്കണം, തമ്മിൽ സെർവ് ചെയ്യണം, തമ്മിൽ ശുശ്രൂഷിക്കണമെന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ചത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയതായ ആ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മൾ ഈ സ്നേഹ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കണം, നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിൻ്റെ ആ കാരണങ്ങൾ എത്രയോ വ്യക്തമായി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുള്ളതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു സന്ദേശത്തിൽ നിന്നും ലഭിക്കുവാനിടയായിത്തീരും. അങ്ങനെയുള്ളതായ കാരണങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മെ കൂടുതൽ ഉത്സാഹഭരിതരാക്കി തീർക്കും. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കർത്താവ് യേശുക്രിസ്തു പിതാവായി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ച് ആ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് സന്തോഷം അനുഭവിച്ചതുപോലെ, സന്തോഷം പൂർണ്ണമായതുപോലെ ഞങ്ങൾക്ക് ആ സന്തോഷം അങ്ങ് പകരുമ്പോൾ ഞങ്ങൾ ആ പൂർണ്ണതയുടെ സന്തോഷത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായി വിശ്വസിക്കുവാൻ തക്കോണം ഈ വചനത്തിലൂടെ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.